ഇലോൺ മസ്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ കറൻസിയായി കിടപ്പണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇലോൺ മസ്കിന്റെ തന്റെ കമ്പനിയിൽ നിന്ന് ₹1 പോലും മാസ ശമ്പളമായി വാങ്ങാറില്ല. എന്നിട്ട് 2024 കണക്കുകൾ പറയാൻ ഏകദേശം $250 മുതൽ $300 ബില്യൺ ആസ്തിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെ അദ്ദേഹം തുടരുന്നു. ശമ്പളമില്ലാതെ ഒരാൾ എങ്ങനെയാണ് ലോക കോടീശ്വരനാകുന്നത്? നമ്മൾ ആരും ചിന്തിക്കാതെ വമ്പ ഫിനാൻസ് ലോജിക്ക് ഇതാണ്. നമുക്ക് ഈ മണി മാജിക്കിനെ 3 പ്രധാന കാര്യങ്ങളെ തിരിക്കാം. ഒന്നാമത് വെറും പേപ്പർ പണം, ദ പേപ്പർ വെൽത്ത്. മസ്കിന്റെ കയ്യിൽ കറൻസി നോട്ടുകളില്ല, പകരം ടെസ്ല, സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ ഭീമ ഓഹരികളാണ്, ഷെയർസ് ആണുള്ളത്. കമ്പനിയുടെ ലാഭവും ഓഹരി വിലയും കൂടുമ്പോൾ മസ്കിന്റെ അക്കൗണ്ടിലെ പണം മിനിറ്റുകൾക്കുള്ളിൽ കോടികൾ വർദ്ധിക്കും. രണ്ടാമത് ടാക്സ് വെട്ടിക്കുന്ന സൂത്രവിദ്യ, അതായത് ബൈ ബോറോ ഡൈ. ശമ്പളമില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം എങ്ങനെയാണ് ലക്ഷറി ചെയ്ത് നയിക്കുന്നത്? ഇവിടെയാണ് ശതകോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ലോൺ വിദ്യ. സ്വന്തം ഷെയറുകൾ വിറ്റാൽ വലിയൊരു തുക ടാക്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇദ്ദേഹം ഈ കോടികളുടെ ഷെയർ ബാങ്കിൽ പണയം വെച്ച് വളരെ കുറഞ്ഞ പലിശയിൽ കോടിക്കണക്കിന് രൂപ ലോണായി എടുക്കും. ഇതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. മൂന്നാമത് യഥാർത്ഥ അണിയറക്കാർ, സ്പേസ് എക്സ് ആൻഡ് സ്റ്റാർലിങ്ക്. ടെസ്ല കാറുകൾ കഴിയുന്ന ഇലോൺ മസ്കിന്റെ സമ്പത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് സ്പേസ് എക്സും അതിലെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളുമാണ്. ലോകം മുഴുവൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എത്തിക്കുക, സ്റ്റാർലിങ്ക് വഴി ആരും തകർക്കാൻ പറ്റാത്ത ഒരു കുത്തക സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആധുനിക ലോകത്ത് വലിയ ശമ്പളം വാങ്ങുന്നതിലല്ല, പകരം കമ്പനികളുടെ ഓഹരികൾ സ്വന്തമാക്കി വെക്കുന്നതിലാണ് യഥാർത്ഥ പണം ഒളിഞ്ഞിരിക്കുന്നത്. ശമ്പളത്തിന് വരെ റിസ്ക് എടുത്ത് ഓഹരികൾ വാങ്ങാൻ നിങ്ങൾ തയ്യാറാകുന്നു? നിങ്ങളുടെ ഫിനാൻസിന്റെ താഴെ കമന്റ് ചെയ്യൂ. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.